ഇപ്പോൾ അടുത്തയിടെ എൻ്റെ ഗുരുനാഥനെ ഒന്ന് കാണാൻ പോയി. ആ സമയത്ത് അവിടേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. കരഞ്ഞ കണ്ണുകളും വീർത്ത് കെട്ടിയ മുഖവും ഒക്കെ ആയിട്ട്. അദ്ദേഹം ഗുരുവിനോട് പറയുന്ന ഒരു കാര്യം കേൾക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഒന്നുമില്ല ഗുരുനാഥ, എനിക്ക് ആരുമില്ല, ഞാൻ ഏകനാണ് ഭൂമിയിൽ. കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് അദ്ദേഹം, ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇപ്പം എന്നേക്ക് 1 വർഷം തികയാണ്. പക്ഷേ ഞാൻ ഒരു 2 മാസം ഞാൻ നാട്ടിലൊക്കെ നിന്നു. ഭാര്യ വീട്ടിലായിരുന്നു താമസം. അങ്ങനെ ഭാര്യ വീട്ടുകാരുടെ നിർബന്ധം സഹിക്ക വയ്യാതെ ഞാൻ ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ പോയിട്ട് ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടത് എൻ്റെ ഭാര്യ പഴയ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി എന്നാണ്. അത് കേട്ടതോടുകൂടി എനിക്ക് സമനില തെറ്റി. ഞാൻ പിന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി. അങ്ങനെ ഞാൻ ജോലിക്ക് പോവാതെ ഇപ്പോൾ 10 ദിവസമായിട്ട് എൻ്റെ ജോലിയും പോയി. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഗുരുനാഥൻ അവന് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. നീ ശ്രദ്ധിച്ച് കേൾക്ക ഒരു കഥ. അപ്പോൾ ആ കഥ എന്താ വെച്ചാൽ, ഒരു ഗുരുവിനെ കാണാൻ ശിഷ്യൻ വീട്ടിലേക്ക് കയറി വരികയാണ്. ആ സമയത്ത് ശിഷ്യൻ ഗുരുവിനോട് പറയുകയാണ്, എനിക്ക് ആരുമില്ല, എനിക്ക് ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ ഈ ഭൂമിയിലെന്ന്. അപ്പോൾ ഗുരു പറയുകയാണ്, നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? നിന്റെ സമ്പാദ്യം ഞാൻ പുറത്തെടുക്കട്ടെ, നിന്റെ ഖജനാവിലെ സമ്പാദ്യം ഞാൻ പുറത്തെടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, എന്ത് ഖജനാവ്? എനിക്ക് ഒന്നുമില്ല ഗുരു. അപ്പോൾ ശിഷ്യനോട് ഗുരു പറയണത് എന്താ വെച്ചാൽ, നിന്റെ 2 കണ്ണുകളില്ലേ, ലോകത്തിലെ എന്ത് പവറുള്ള ലെൻസുകളാണ് ആ കണ്ണുകൾക്ക് ഞാൻ 50,000 രൂപ വിലയിടുന്നു. അപ്പോൾ നിനക്ക് 1 ലക്ഷം രൂപ ആയില്ലേ? പിന്നെ നിന്റെ ഒന്നൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നീ ജനിച്ച നാൾ മുതൽ വെറുതെ നിനക്ക് വേണ്ടി മിടിക്കുന്ന നിന്റെ ഹൃദയത്തിന് ഞാൻ 10 ലക്ഷം രൂപ ഇടുന്നു. അപ്പോൾ നിനക്ക് എത്ര സമ്പാദ്യമുണ്ടെന്ന് നീ ഓർക്കുന്നുണ്ടോ? അപ്പോൾ അതോട് കൂടിയിട്ട് ആകെ ദേഷ്യം വന്നു ശിഷ്യന്. നിങ്ങൾ ഭ്രാന്ത് പറയുകയാണെന്ന് പറഞ്ഞ ഗുരുവിനോട് എതിർത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഗുരു പറയുന്നു, നീ ഒന്ന് കൂളായിട്ട് ഇത് കേൾക്ക്, ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്ക്. നീയാണ് മോനെ ഭ്രാന്ത് പറയുന്നത്. നമ്മളുടെ ജീവിതം അമൃതാക്കി മാറ്റാം, മൃത്യുവാക്കി മാറ്റാം. അത് നമുക്ക് പറ്റുന്ന കാര്യമാണ്. മൃത്യു നമ്മളെ സാധാരണയായിട്ട് തേടി വരും ആ സമയമാകുമ്പോൾ. പക്ഷെ അമൃതാക്കി മാറ്റണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം കുട്ടി. അപ്പോൾ അമൃതാക്കി മാറ്റാൻ നീ എന്തൊക്കെ ചെയ്യേണ്ടത് നിനക്കറിയുമോ? നിനക്ക് വേണ്ടി നീ ആദ്യം നിന്നെ സ്നേഹിച്ചു തുടങ്ങണം. പിന്നീട് നീ അമൃതാക്കി മാറ്റാൻ കഠിനമായി അധ്വാനിക്കുക തന്നെ വേണം. മനസ്സിനെ എപ്പോഴും ഒറ്റയ്ക്ക് വിടരുത്. പോസിറ്റീവായി തന്നെ നീ ചിന്തിക്കണം. അപ്പോൾ നിനക്ക് ഈ ഒന്നുമില്ല, ആരുമില്ല എന്നുള്ള പ്രതിഷേധം പറ്റപ്പോകും. നീ അതിനൊരു കാര്യം ചെയ്യണം. ഇന്ന് രാത്രി നീ സമാധാനമായി കിടന്നുറങ്ങും. പറഞ്ഞ പോലെ ചെറുപ്പക്കാരൻ ഗുരുനാഥൻ പറഞ്ഞു കേട്ട് കുറച്ചൊക്കെ ശാന്തനായി വീട്ടിൽ പോയി സമാധാനമായി ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ പുലരിയിൽ അവൻ ഒരു പുതിയ ആളായിട്ടായിരുന്നു എണീറ്റ് വന്നത്.